ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഡാമിലേക്കാണ് ഇന്ന് യാത്ര. ഞങ്ങൾ പീച്ചി ഡാമിൻ്റെ വിശേഷങ്ങളാണെന്ന് നമ്മുടെ ചാനലിലൂടെ പറയണത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഡാം. പീച്ചി ഡാമിൽ നമ്മളിപ്പോൾ എത്തി. പീച്ചി ഡാമിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ വെള്ളം പോണതും ഒക്കെ നമുക്ക് കാണാം. ഇത് നമ്മളെ പഴയ വീടിലുള്ള പോലെ തന്നെ നമ്മുടെ സാരഥിൻ്റെ നമ്മുടെ കൂടെ. അപ്പോൾ എല്ലാവർക്കും പീച്ചി ഡാമിൻ്റെ വിശേഷങ്ങൾ കാണാം. Make it burn, I'ma 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 make it burn. ആളുകളുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ടൂറിസം തുറന്ന് ഓപ്പൺ ആക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. ഇന്ന് അത്യാവശ്യം കുറേ ആളുകളുണ്ട്. അപ്പോൾ എന്നാലും നമ്മളെല്ലാ എന്താ പറയുക, നല്ല രീതിയിലുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ കാണാം വെള്ളം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കാണാം. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗാർഡനിലേക്കൊക്കെ നമ്മൾ പോവും. അപ്പോൾ നമുക്ക് ആ ഗാർഡനിലേക്കൊക്കെ പോവാം. ഡാമിൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഷട്ടറുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്ന ശബ്ദം കേൾക്കണ തന്നെ, ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കില്ല, ശബ്ദം കേൾക്കണ തന്നെ വെള്ളം വീണ കാരണം നമുക്ക് സംസാരിക്കണമെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. ഡാമിൽ പൊതുവെ വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വീണതൊക്കെ കാണാം. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാം തുറന്നിട്ട് വെള്ളം വീണ നമുക്ക് കാണാം.
I'ma make it burn. 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 I'ma പീച്ചിയുടെ ഈ കാണുന്ന ടവർ ഇവിടെ നോക്കിയാൽ കാണുന്ന ഈ ഒരു ടവർ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പീച്ച് മൊത്തം കാണാമെന്നാണ് ഇവിടെ പറയണത്. അപ്പം നമുക്ക് അവിടേക്ക് കയറാം. അവിടേക്ക് കയറിയിട്ട് നമുക്ക് പീച്ചിയുടെ കാഴ്ചകൾ കാണാം. ഓക്കെ, കമോൺ. നമ്മൾ കൂടെ ആവണില്ല, നിൽക്കണില്ല. നമ്മളിപ്പോ എന്റെ പേര് പറയണ്ട, ഇവന്റെ പേര് ഗോകുൽ എന്നാണ്. അത് കാരണം ഞാൻ പറയണില്ല. മാത്രല്ല നമ്മള് പറഞ്ഞ് കളിക്ക് സുഖമില്ലാത്ത അപ്പൊ നമ്മളതിന്റെ മുകളിലേക്ക് കയറാൻ പോകണം കേട്ടാ. നാട്ടുകാരെ ചെകിടത്തിട്ട് എന്നൊന്നും അറിയില്ല. ഞാൻ അവിടെ കുറെ കമ്മിതാക്കളുണ്ട്, അവർ പിടിച്ച് സൈബർ സെല്ലിൽ ഏൽപ്പിക്കുന്നൊക്കെ പറയുന്നത്. എന്റെ സ്വഭാവം ഇങ്ങനെ നല്ല വിശേഷണങ്ങൾ തന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ മേലെ കയറി പരമചട്ടി പറയാം. അപ്പൊ ഇന്നത്തെ യാത്ര എന്തായാലും തകർത്തിട്ടാ പോണേ. കാരണം എന്താ വെച്ചാൽ ഫുള്ള് കോമഡി, നല്ല വെയിലുണ്ട് അത്യാവശ്യം. പിന്നെ എന്റെ ഗ്യാരണ്ടി കളറായതുകൊണ്ട് നമ്മള് കളർ കൂടുള്ളൂ. എന്തായാലും നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ബോഡി വെയിറ്റ് കൊണ്ട് നല്ല സുഖമുണ്ട്. നല്ല ഞാൻ കിതച്ചു തുടങ്ങി, ഭയങ്കരമായിട്ട് കിതക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കയറിയിട്ടില്ല, ഇനി കയറാൻ പോകണേ ഉള്ളൂ. അപ്പം നമുക്ക് കയറി നോക്കാം. മുകളിൽ എത്തുമെന്ന് അറിയില്ല, നോക്കട്ടെ. എൻ്റെ മെയിൻ പടി കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാലും ചെറിയൊരു വ്യൂ ഉണ്ട്. നമ്മളതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുകളിലെത്തിയ ശേഷം കാണാം. പടിയിലെ ലാസ്റ്റ് ഇത് ഈ കാണുന്നതും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലെത്തും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.
Got a little bit of gasoline. Welcome to another crime scene. I'ma make it burn. I'ma make it burn. I'ma make it burn. I'ma make it burn. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെത്തി പറഞ്ഞ മാതിരി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പുഴകൾ വെള്ളം വീഴുന്നത് ഇവിടെ പുഴയുണ്ട്, 3 സൈഡിൽ നിന്ന് പുഴ വരുന്നുണ്ട്. നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ എന്താ പറയുക, അവിടെ ഇവിടെ പുഴയൊന്നുമില്ല, ക്ഷീണിച്ച് ആകതായി നിൽക്കണ്. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലെത്തി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഡാമിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ കാണാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വ്യൂ ആണ്. ഡാമിനെ ലീക്ക്, അപ്പോൾ കുഴപ്പമില്ല. ഫുള്ള് ഷട്ടർ നിറച്ചിട്ടില്ല, അത് വെറുതെ പറയുന്നത് കേട്ടോ. ഫുൾ ഷട്ടർ ഒന്നുമില്ല, ഒരു ലേശം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മാക്സിമം ലെവലിൽ വിട്ടിട്ട് വെള്ളം കയറിയിട്ടുള്ളതാണ് തുറന്നിട്ടുള്ളത്. നല്ല വെയിലുണ്ട്, കുഴപ്പമില്ല. എന്നാലും നട്ടുച്ച ആയതുകൊണ്ടാണ് വെയിലെന്ന് പറയണപ്പോൾ ഞാൻ മറുപടി പറയണില്ല. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. Got a little bit of gas. എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ പറയാം. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ഭയങ്കര വെയിലുണ്ട്. വെയിലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വെയിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ സൂപ്പർ സ്ഥലമാണ്, നല്ല രസമുണ്ട്. വെള്ളം വീഴുന്നതും നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ. അപ്പം ഇന്ന് നമുക്ക് താഴെ ചെന്നിട്ട് ബാക്കി കാണാം. Got a little bit of gasoline. Welcome to another crime scene. I'ma make it burn. 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 I'ma Verda.
അപ്പോ ക്ഷീണിച്ചു, വല്ലാണ്ട് ക്ഷീണിച്ചു. ക്ഷീണിച്ച് എന്താ പറയാ, വേർത്തു, അത് നാശമായിരിക്കുക. ഞങ്ങൾ താഴെ എത്തി. ഇപ്പൊ ഗാർഡനിൽ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ക്ഷീണൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഇതൊന്ന് കണ്ട് ഇറങ്ങാന്നുള്ള പരിപാടിയിലാണ് ശരിക്കും. അപ്പൊ ഇത് കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്. നല്ല സ്ഥലമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടൊക്കെ ഒന്ന് വന്ന് എല്ലാരും കണ്ട് ഒരു നമ്മളെ ഈ ഒരു ഡാമിന്റെ അഭിപ്രായങ്ങൾ ഇതിന്റെ ഒപ്പം നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം. നല്ലൊരു സ്ഥലമാണ്. നല്ല പ്രകൃതി, എന്താ പറയാ, പ്രകൃതി രമണീയമായ സ്ഥലം. അത് വരേണ്ടതെന്നല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ വരണം. ഇതേപോലത്തെ സമയത്ത് ആരും വരരുത്. എന്റെ പാർട്ട്ണർക്ക് എന്തോ പറയാറുണ്ട്. മോർണിംഗില്ലേ? മോർണിംഗിലൊന്നുമില്ലേ? അപ്പൊ എല്ലാവരും ഈ ബീച്ചില് ഈ ഒരു ഡാം കണ്ട് എല്ലാവരും അതിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യുക. നല്ല സ്ഥലങ്ങളാണ്, നല്ല സ്ഥലമാണ്. നമ്മളെ കേരളത്തിൽ തന്നെ കുറേ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ അതില് ഒരു തൃശ്ശൂർ ജില്ലയിലെ നല്ലൊരു സ്ഥലമാണിത്. എല്ലാവരും കാണണം. എൻ്റെ ഈ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മന്ത്രിയാവില്ല.